തൗബ എന്ന് പറഞ്ഞാൽ അത്തൗബതു അന്നദം, ഖേദം ഉള്ളിൽ നിന്ന് വരലാണ്. ആത്മാർത്ഥമായി മടങ്ങൂല ഇനി ഞാൻ തെറ്റിലേക്കെന്നുള്ള ചിന്തയാണ് തൗബ. തൗബ ചെയ്യാൻ റമദാനാകാൻ കാത്തിരിക്കണ്ട മുഅ്മിന്. 27 രാവാകട്ടെ പള്ളിയിൽ കൂട്ടമായ തൗബ ഉണ്ടാവുമല്ലോ, അപ്പം ചെയ്യാമെന്ന് കരുതല്ലേ. ശഅബാനാണ്, ബറാത്തിന്റെ രാവ് കടന്നു വരികയാണ്. നരകത്തിൽ നിന്ന് മോചനം കിട്ടാൻ, റിസ്ഖിൽ വിശാലത ലഭിക്കാൻ, അന്ത്യം നന്നാകാൻ, എല്ലാ ഖൈറും എല്ലാ സന്തോഷങ്ങളും ജീവിതത്തിൽ വരാൻ ബറാത്ത് രാവ് മുതലാക്കണേ. യാസീൻ ഓതണേ. സലഫു സ്വാലിഹീങ്ങൾ പഠിപ്പിച്ചതാണ്. ഇശാ മഗ്രിബിന്റെ ഇടയിൽ 3 യാസീൻ പ്രത്യേകം നിയ്യത്ത് വെച്ചിട്ട് ഓതി തീർക്കൽ മഹാന്മാര് പഠിപ്പിച്ചു തരികയാണ്. കൊണ്ട് നടക്കണേ, വീട്ടിലെല്ലാവരും ഓതണേ. വലിയ ബറക്കത്തിറങ്ങുമേ, റഹ്മത്തിറങ്ങുമേ, ദുആക്ക് ഉത്തരം കിട്ടുന്ന രാവാണ്. അല്ലാഹു അടിമകളെ കാത്തു നിൽക്കുന്ന രാവാണ്. തൗബക്ക് പറ്റിയ സമയമാണ്. കരഞ്ഞു പറയാ നമുക്ക് റബ്ബിനോട്. റമദാനിലേക്ക് മനസ്സും ശരീരവും നമുക്ക് തയ്യാറാക്കാം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.